നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? 2 ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു യാത്രയിലായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ. വിഷ്ണുവിനെ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒന്ന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. സാധാരണ വിഷ്ണു ഗുരുവായൂർ വിട്ട് എങ്ങോട്ടും പോകാറില്ല. ഗുരുവായൂർ വിട്ട് പോകേണ്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കുക ചെയ്യുക. പക്ഷെ ഇത് അത്രയും അത്യാവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അറിയുന്നത് തന്നെ ചൊവ്വാഴ്ചയാണ്. ബുധനാഴ്ച ഞങ്ങൾ പോകുന്നത്, ചൊവ്വാഴ്ചയാണ് പോകണം എന്നറിഞ്ഞത് കേട്ടോ. അങ്ങനെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ട്രെയിനിനൊന്നും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. കാരണം വെക്കേഷനാണ്, അപ്പോൾ എല്ലാം ഫുള്ളായിട്ടായിരുന്നു. അങ്ങനെയാണ് കാറിൽ പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കാറായതുകൊണ്ട് തന്നെ ഞങ്ങളോടും കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പത്മനാഭനെ കാണാം, പിന്നെ വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ കൊട്ടാരം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കവടിയാർ കൊട്ടാരം കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്തെ പത്മനാഭനെ തൊഴുതു. പിന്നെ കുതിരമാളികയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സമയക്കുറവ് കൊണ്ട് കവടിയാർ കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് വേഗം ലാലമ്മനെ വിളിച്ചു. കൊട്ടാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാലമ്മ പറഞ്ഞു, കൊട്ടാരം കാണാം, തീർച്ചയായിട്ടും വന്നോളൂ, തമ്പുരാട്ടിയുണ്ട്, തമ്പുരാട്ടിനെയും പരിചയപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു കേട്ടോ. നല്ല സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു, നല്ല യാത്രയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അവിടെയായിരുന്നു ആഘോഷം ഉണ്ടായിരുന്നത്. അങ്ങനെ കവടിയാർ കൊട്ടാരമൊക്കെ കണ്ടു, തമ്പുരാട്ടീനെയൊക്കെ കണ്ടു. അതിൻ്റെ ഫോട്ടോസ് കുറച്ച് പേരെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ദിവസമായിട്ട് യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. അത് അറിയിച്ചതാണ് കേട്ടോ എല്ലാവരെയും. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലെ വിശേഷം. ഇനി നാളെ ഒരു പ്രത്യേകതയുണ്ട്. കളഭാട്ടാണ് കേട്ടോ. നമ്മൾ കളഭാട്ടത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് നാളെയാണ് ഗുരുവായൂരപ്പൻ്റെ കളഭാട്ടം. ഗുരുവായൂരപ്പൻ കളഭത്തിൽ ഇങ്ങനെ അഭിഷേകം ചെയ്തിട്ട് മുങ്ങി നിൽക്കുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ്. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, വളരെ വിശിഷ്ടമാണ്, പുണ്യമാണ് കണ്ട് തൊഴുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ നാളെ ഗുരുവായൂർക്ക് എത്തിക്കോളൂ കേട്ടോ. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് കളഭത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഭഗവാനെ കാണാനായിട്ട് സാധിക്കുക. പിറ്റേ ദിവസം, അതായത് മറ്റന്നാൾ നിർമ്മാല്യ ദർശനം വരെ അതേപോലെ തന്നെ, പ്രത്യേകിച്ച് അശുദ്ധികളൊന്നും ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളെ നിന്നും അങ്ങനെ അകത്തേക്ക് വിടില്ല, 40-അകത്തേക്ക് ആയിട്ടില്ല. അങ്ങനെ അശുദ്ധിയൊന്നും ഇല്ലാതിരിക്കാനുള്ള ആ ഒരു മുൻകരുതലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് കാണാനായിട്ട് വരുമല്ലോ. അപ്പോൾ നാളെ കളഭാട്ടാണ്. കളഭാട്ടം, അതായത് ഭഗവാന്റെ ആ കളഭത്തിൽ മുങ്ങി നിൽക്കുന്ന ആ ഒരു രൂപം കാണാനായിട്ട് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആഗ്രഹിക്കുന്നവരെ, സാധിക്കുന്നവരെ തീർച്ചയായിട്ടും നാളെ ഗുരുവായൂർക്ക് വന്നോളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു ഭക്തിക്കൊരു സംശയം കേട്ടോ. ആ സംശയം പറയുന്നുണ്ട്. പിന്നെ അലങ്കാരം പറയുന്നുണ്ട്, ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു കഥയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞികൃഷ്ണനായിരുന്നു കേട്ടോ. 2 കുഞ്ഞിക്കാലുകളും ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരു കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഒരു കയ്യിൽ പൊന്നോടക്കുഴലും, രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഭഗവാന്റെ പ്രിയപ്പെട്ടതാണ് ഇവ രണ്ടും എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പുഞ്ചിരി തൂകിയിരിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ, അലങ്കാരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന വേറൊരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത്, മടങ്ങി വരുന്ന സമയത്ത് ഒരു ചേച്ചി, നമ്മുടെ ഒരു ഭക്തയാണ് കേട്ടോ, രാജി ചേച്ചി, വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ സ്വപ്നം കണ്ടുവന്ന്. ഭഗവാൻ ഇങ്ങനെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ചേച്ചി ഉണർന്നപ്പോൾ ആ ഒരു രൂപം മനസ്സിലുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ വെണ്ണ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, വെണ്ണ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് വെണ്ണ ചീട്ടാക്കണം. അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഭഗവാൻ ഇങ്ങനെ ആവുമോ, ഇന്നത്തെ അലങ്കാരം ഉണ്ടായിരിക്കാം, വെണ്ണക്കണ്ണനായിട്ടായിരിക്കുമോ ഉണ്ടായിരിക്കാം. അങ്ങനെ തോന്നിയിരുന്നു. അലങ്കാരം വന്നപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ആദ്യം മനസ്സിൽ ഓടി വന്നത് കേട്ടോ. ഭഗവാന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്നൊക്കെ എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അത് എല്ലാവരും ഭഗവാൻ അങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ അത് വേണം, കുറേ നാളായാലും എന്നെ കാണാൻ വന്നിട്ട്, കുറേ നാളായാലും എനിക്ക് വേണ്ടത് വന്നിട്ട്, അങ്ങനെയൊക്കെ ഭഗവാൻ ഒരു കുഞ്ഞുകുട്ടി നമ്മുടെ അടുത്ത് വന്ന് പറയുമല്ലോ. അതേപോലെ നമ്മുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും നിമിത്തങ്ങളിലൂടെയൊക്കെ ഭക്തരുടെ അടുത്തേക്ക് ഭഗവാൻ തീർച്ചയായിട്ടും എത്തും. അങ്ങനെയുള്ള ഓരോരോ നിമിത്തങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഭഗവാൻ ഇന്നലെ വെണ്ണയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ
ആദ്യം ആ ചേച്ചി പറഞ്ഞ ആ ചേച്ചിയുടെ സ്വപ്നത്തിൽ കണ്ട കാര്യമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഇത് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും, ഈ വീഡിയോ കാണുന്നവർക്കും തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും, ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ അലങ്കാരങ്ങളും ഭഗവാൻ നമ്മുടെ അടുത്ത് സംവദിക്കുന്ന കാര്യങ്ങളാണെന്നാണല്ലോ പറയാറുള്ളത്. അലങ്കാരത്തിലൂടെയും ഭഗവാൻ നമ്മുടെ അടുത്ത് സംവദിക്കാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട അലങ്കാരത്തിലൂടെ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം എന്താണോ വേണ്ടത് അത് ഭഗവാൻ അലങ്കാരത്തിലൂടെ കാണിച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഭഗവാൻ എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത്. അപ്പോൾ ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം കാലും നീട്ടി വെണ്ണയും ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഒരു സംശയത്തിലേക്ക് കിടക്കാട്ടോ. രാധാമണി ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്, ഏകാദശിയുടെ ദിവസം തുളസിയില പറിക്കാനായിട്ട് പാടില്ല എന്ന് പറയണത് ശരിയാണോ? അപ്പോൾ നമ്മൾ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടാണ് വ്രതം നോറ്റി തുടങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തുളസിയില ഇട്ട വെള്ളം കുടിക്കാനായിട്ട് എന്താ ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. ഇനിയിപ്പോൾ ഏകാദശി വൈകുണ്ഠ ഏകാദശിയൊക്കെ വരാനായിട്ട് പോകുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയമായിരിക്കും. അതുകൊണ്ടാണ് ഇന്നത് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഏകാദശിയുടെ അന്ന് തുളസിയില പറിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയാം. ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം തുളസി ഭഗവാന്റെ പത്നിയാണ്, തുളസി ദേവിയാണ്. ദേവി വ്രതമെടുക്കുന്ന സമയമാണ്, നമ്മളും വ്രതമെടുത്തിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് പോയിട്ട് തുളസിയില എടുത്തു കഴിഞ്ഞാൽ ദേവിക്ക് വേദനിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഏകാദശിയുടെ ദിവസം വ്രതം നോൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് വ്രതം ആരംഭിക്കുക, തുളസിയിൽ ഇട്ട് വെള്ളം വേണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അന്നേ ദിവസം പറിക്കാനായിട്ട് പാടില്ല. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് തലേ ദിവസം പറിച്ചു വെക്കാമല്ലോ. ഇപ്പോൾ ഏകാദശി തുടങ്ങുകയാണ്, നമ്മൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസം തന്നെ തുളസിയുടെ ഇല പറിച്ചിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിന് മറന്നു പോകുന്നവരുണ്ടായിരിക്കും, മനുഷ്യന്മാരായതുകൊണ്ടേ അങ്ങനെയുള്ള മറവികളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ തുളസിയുടെ ഇലയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നന്നായി പരിപാലിക്കുന്ന ആ ഒരു സ്ഥലത്താണ് തുളസി എല്ലാവരും എപ്പോഴും ശുദ്ധമായിട്ടുള്ള വൃത്തിയുള്ള സ്ഥലത്താണല്ലോ ഉണ്ടായിരിക്കുക. നന്നായി പരിപാലിക്കുന്ന ഒരു ചുറ്റുവട്ടം ഒക്കെ ആണെങ്കിൽ താഴെ വീണ് കിടക്കുന്ന ഇല പോലും എടുക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തിട്ട് നമ്മളല്ലേ അത് ഉപയോഗിക്കുന്നത്, കഴുകി വൃത്തിയാക്കിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. താഴെ തുളസിയുടെ ആ തൈയിൻ്റെ മുകളിൽ നിൽക്കുന്നതും താഴെ വീണ് കിടക്കുന്നതും വ്യത്യാസമുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. തീരെ നമുക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ താഴെ വീണ് കിടക്കുന്ന ഇല പോലും കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് തുളസി തീർത്ഥം ഉണ്ടാക്കാനായിട്ട്. അത് എല്ലാവരും അതിലേക്ക് പോകണ്ട, തലേ ദിവസം തന്നെ നുള്ളി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഏകാദശിയുടെ ദിവസവും ദ്വാദശിയുടെ ദിവസവും ഈ ഇല ഇറുക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ഭഗവാന്റെ പത്നി ആയതുകൊണ്ടാണ്, തുളസി ദേവി ആയതുകൊണ്ടാണ്, ദേവിക്ക് വേദനിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ 2 ദിവസങ്ങളിൽ തുളസിയില പറിക്കാനായിട്ട് പാടില്ല. അതായത് ഏകാദശിയും ദ്വാദശിയും ദിവസങ്ങളിൽ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി വ്രതം എടുക്കുന്നവർ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഇതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തുളസിയില ഇട്ട വെള്ളം എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു തുളസിയില ഇട്ട് വെക്കാം. തലേദിവസം ഒട്ടിച്ച് വെച്ചതോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ശേഖരിച്ചതോ ആയിട്ടുള്ള തുളസിയില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇട്ടാൽ മതി, അത് തുളസി തീർത്ഥമായി, അത് നമുക്ക് സേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തുളസി തീർത്ഥമാണ് ഏകാദശി വ്രതം നോറ്റി തുടങ്ങുന്ന ആ ഒരു സമയത്ത് സേവിക്കേണ്ടത്. അമ്പലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ അക്ഷതമുള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകാദശി വ്രതം ആരംഭിക്കാം കേട്ടോ. ഇനി ഒരു കഥ പറയാട്ടോ. വിഡ്ഢിക്കൂശ്മാണ്ഡം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം തന്നെ കെട്ട കുമ്പളങ്ങ എന്നാണ്. കൂശ്മാണ്ഡം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എന്നാണ് കേട്ടോ. ആ പ്രയോഗം എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട് കേട്ടോ, പറഞ്ഞു കേൾക്കാറുണ്ട്. എപ്പോഴും ഗുരുത്വം, ഭക്തി, അതേപോലെ തന്നെ വിശ്വാസം, ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പല പല സിദ്ധികളും ലഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. വളരെ അറിവുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, കാരോട്ട് നമ്പൂതിരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. വളരെ വലിയ പണ്ഡിതനായിരുന്നു, ഒരു വിഷവൈദ്യനായിരുന്നു. അപ്പോൾ പൊതുവെ ഈ വൈദ്യന്മാർ അതുപോലെ ഇങ്ങനെയുള്ള ചികിത്സിക്കുന്നൊക്കെ ചെയ്യുന്നവർ പൊതുവെ പൊതുവെ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ വിഷവൈദ്യന്മാരൊക്കെ അവർക്ക് ഈ നാഗങ്ങളുമായിട്ട്, ഈ സർപ്പങ്ങളുമായിട്ട് അല്ലെങ്കിൽ പാമ്പുകളുമായിട്ടൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറയുക. അതായത് ഇവരൊരിക്കലും, ഈ പാമ്പുകളൊരിക്കലും ഇങ്ങോട്ട് വന്നിട്ട് കടിക്കില്ല.
അതേപോലെ തന്നെ ഈ വിഷം തീണ്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വിഷം ഇറക്കില്ല, ഇത് ഈ ആളുടെ അടുത്ത് പോയിട്ട് വിഷം ഇറക്കില്ല. അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു. ഈ വിഷവൈദ്യന്മാർ പറയും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വിഷം ഇറക്കാനായിട്ട് പോകില്ല. അപ്പോൾ ഈ പാമ്പുകൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ഇങ്ങോട്ട് വന്നിട്ടും ആരും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരാളെയും കടിക്കില്ല. അങ്ങനെയും കൂടെ ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇവരെന്നെ നമ്മൾ അറിയാതെ ചവിട്ടുകയൊക്കെ ചെയ്താൽ, അങ്ങോട്ട് പോയി ഉപദ്രവിക്കുകയൊക്കെ ചെയ്താലാണ് ഈ പാമ്പുകളൊക്കെ കടിക്കുക. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ വിഷവൈദ്യന്മാർ അങ്ങോട്ട് പോയിട്ട് വിഷം ഇറക്കാനായിട്ടും പോകില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാലമൊക്കെ ആയിരുന്നു. ഇദ്ദേഹം ആണെങ്കിലോ ഈ ചെയ്ത ആ ഒരു ഉപകാരത്തിനായിട്ട്, അപ്പോൾ വിഷം ഇറക്കിയിട്ട് അയാളെ ജീവിപ്പിക്കുമല്ലോ, അയാളുടെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കുമല്ലോ, അതിന് പ്രത്യുപകാരമായിട്ട് ഒന്നും ചോദിച്ചു വാങ്ങില്ല. അങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും കണ്ടറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലാതെ ഇന്നതാണ് എൻ്റെ ദക്ഷിണ അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങില്ല. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണ് ആ ഒരു വിശ്വാസം. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ കാരോട്ട് നമ്പൂതിരിയായിരുന്നു, വിഷവൈദ്യനായിരുന്നു അദ്ദേഹം കേട്ടോ. ഇദ്ദേഹമാണെങ്കിലോ എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ചെയ്യും, എല്ലാവരെയും സുഖിപ്പിക്കും. ഈ അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈദ്യം ആ ഒരു കാര്യമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നതെല്ലാം അദ്ദേഹം നന്നായി തന്നെ ദാനം കൊടുക്കും. അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പേരും പ്രശസ്തിയൊക്കെ ആയിട്ടോ, വിഷവൈദ്യരംഗത്ത് വളരെ പ്രശസ്തിയൊക്കെ ആയി. അങ്ങനെ ഓരോരുത്തർ കാണാനായിട്ട് വരുമല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർക്ക് കണ്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിനെല്ലാം കൊടുക്കും. അദ്ദേഹത്തിന് ലഭിക്കുന്നതിനനുസരിച്ച് ദാനധർമ്മങ്ങളും അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇല്ലത്തിനടുത്തേക്ക് ഒരു കുടുംബം താമസിക്കാനായിട്ട് എത്തിയിട്ടോ. ചെറിയൊരു കുഞ്ഞു വീടാണ്, വലിയ കഷ്ടപ്പാടാണ്, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ഛനൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഈ ചെറിയ കുട്ടിയാണ്. ഈ കുട്ടീനെ വളർത്തുന്നത് അമ്മ വീട്ടുപണിക്കൊക്കെ പോയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അത്രയും കഷ്ടപ്പാടാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിയാണെങ്കിലോ അതിനത്ര വൈഭവമൊന്നുമില്ല, ബുദ്ധി വൈഭവം ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ്. അമ്മയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, പൊതുവെ ഇത്തിരി പക്വതയൊന്നും ഇല്ലാത്ത, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുക, ഇന്ന സ്ഥലത്ത് ഇന്ന സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് വലിയൊരു ധാരണയില്ല. അപ്പോൾ ഈ ചില കുട്ടികളുണ്ടല്ലോ, ചില കുട്ടികൾക്ക് വലിയ ബുദ്ധി സാമർഥ്യമൊക്കെ കാണിക്കും. ചിലരൊരു തണുപ്പമട്ടായിരിക്കും. അവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കുക, ഇതൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അറിയണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ ഇതും. അപ്പോൾ ഈ അമ്മയ്ക്ക് കുട്ടിയുടെ കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടാവും. എൻ്റെ മോൻ ഇങ്ങനെ ആയില്ലോ, അവനൊരു ഉഷാറില്ലല്ലോ, അവനൊരു ഉത്സാഹിയൊന്നും അല്ലല്ലോ, ഈ അങ്ങനെയുള്ള ഒരു തണുപ്പനാണല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരും കുട്ടീനെ കാണുമ്പോൾ. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും അമ്മ എന്തിനപ്പോൾ തന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നതെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. അവനറിയാം അവരുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അവനറിയാം. നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ ജോലിക്ക് പോകണം, അതുകൊണ്ടാണ് കഴിയുന്നത്, അതൊക്കെ അവനറിയാം. പക്ഷെ തന്നെ പറ്റിയുള്ള അമ്മയുടെ ആ ഒരു വേവലാതി അതെന്താന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി സാമർഥ്യം ആ കുഞ്ഞിനില്ല. അപ്പോൾ ഈ കുട്ടിയാണെങ്കിലോ അതിനെ ആശാന്റെ അടുത്തൊക്കെ കൊണ്ടാക്കും. നിലത്തെഴുത്തൊക്കെ അന്നത്തെ കാലത്തുണ്ടല്ലോ, കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ അതിലൊന്നും വലിയ താല്പര്യമില്ല. കാരണം അതെന്തിനാണെന്നോ അതൊന്നും അവൻ അറിയില്ല, അതിലൊന്നും ശ്രദ്ധിക്കില്ല. വിശന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടി വരും. അപ്പം അമ്മയാണെങ്കിലോ അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, വല്ല കായ്കൾ അല്ലെങ്കിൽ ഇലകൾ. അതുകൊണ്ടൊക്കെയാണ് ഒരു ചെറിയ കറി പോലെയൊക്കെ ആക്കിയിട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിക്കുക. അതൊക്കെ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ട് അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ഓടി വരും. അപ്പോൾ അമ്മയാണെങ്കിലോ പണിക്ക് പോയിടത്തുനിന്ന് ഇടയ്ക്കൊക്കെ വന്ന് നോക്കും ചെയ്യും. ഇവൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചിട്ടുണ്ടായിരിക്കോ, അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് മോനെ അങ്ങോട്ട് പോകരുത് കേട്ടോ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇവനോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്നാലും ഇവനതൊന്നും അറിവില്ലാത്ത കുട്ടിയാന്ന് വെച്ചാൽ അമ്മ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യായിരുന്നു. കുറച്ചും കൂടെ കൊണ്ട് മുതിർന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു ബോധമൊക്കെ ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ തൻ്റെ അമ്മ ഇന്നും ഇങ്ങനെ ജോലിക്കൊക്കെ പോകുകയാണ്, അപ്പോൾ താനിവിടെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മേനെ ഒന്ന് സഹായിക്കണം, പ്രായമാകുമ്പോൾ അമ്മേനെ നോക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതെന്താ ചെയ്യേണ്ടതെന്ന് ഇവനറിയണില്ല. അപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകണം, അതൊന്നും അറിയില്ല അവനെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് ഈ ഇല്ലത്തേക്ക്, ഈ കാരോട്ട് മനയിലേക്ക് പോകുന്നത്. ഒരു ചെറിയ കുട്ടികൾ, കുറച്ചും കൂടെയൊക്കെ ഒരു മുതിർന്ന ഒരു പല പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് കാണണം. രാവിലെ പോകുന്നത് കാണും, മുന്നേയും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണമൊന്നുമില്ല. അപ്പോൾ പോകുന്നത് കാണും, കുറച്ചു നേരം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നതും കാണാം. അപ്പോൾ അതെന്തിനാ പോകണതെന്ന് ഇവനറിയില്ല. അങ്ങനെ ഒരു ദിവസം ഇവൻ വന്നിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണ കണ്ടല്ലോ, അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് കാണണ്ടല്ലോ, എന്ത് കാര്യത്തിനാണ് പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷവൈദ്യൻ്റെ അടുത്തേക്ക് പോകുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കുളിച്ച് ശുദ്ധിയായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ആ മന്ത്രങ്ങളുടെ ഉപദേശമൊക്കെ തരും. അത് സ്വീകരിച്ചിട്ട് ഞങ്ങൾ മടങ്ങും, എന്നിട്ട് അത് ഉപാസിക്കണം, ജപിക്കണം, അക്ഷരലക്ഷം ജപിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ജപിച്ച് സിദ്ധിയായി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ വെള്ളം ജപിച്ച് കൊടുക്കുക, ഭസ്മം ജപിച്ച് കൊടുക്കുക, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അസുഖമൊക്കെ മാറും എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇവൻ്റെ പേര് രാമൻ എന്നാണ്. ഇവൻ്റെ അച്ഛൻ്റെ പേരും രാമൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവനെ കൊച്ചുരാമൻ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ കൊച്ചുരാമൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് തോന്നി, ഇത് നല്ല കാര്യമാണല്ലോ, തനിക്കും ഇങ്ങനെയൊക്കെ വേണം എന്ന് തോന്നിട്ടോ. അങ്ങനെ അന്ന് അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മേ അമ്മ സങ്കടപ്പെടുന്നു വേണ്ട, അമ്മ ജോലിക്കൊന്നും പോകണ്ട, കഷ്ടപ്പെടുന്നു വേണ്ട, ഞാൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ വിചാരിച്ചു, ഇതിന് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് കുട്ടി പറഞ്ഞു, അല്ലമ്മേ ഞാനിങ്ങനെ പോകുന്നുണ്ട്, എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണ്ടേ അദ്ദേഹത്തിന്, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുടെ കയ്യിൽ എന്തുണ്ടാവാനാ? അമ്മ പറഞ്ഞു, നിനക്കറിയില്ല ഉണ്ണി എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്നാൽ ശരി അമ്മ ജോലിക്ക് പൊക്കോളൂ എന്ന് മകനും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്താണ് ദക്ഷിണ കൊടുക്കേണ്ടത്. കാരണം ദക്ഷിണ കൊടുക്കണം, എന്നിട്ടാണ് അത് ജപിച്ച് അതായത് ഉപദേശിച്ച് തരിക മന്ത്രങ്ങൾ ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ നട്ട് വളർത്തിയിട്ടുള്ള കുറച്ച് കുമ്പളങ്ങ, പലതരം കായ്കളുണ്ട്, കുമ്പളങ്ങ എടുക്കുന്നത് കണ്ടു. അതാണെങ്കിൽ നന്നായി പിടിച്ചിട്ട് കുമ്പളങ്ങയൊക്കെ ധാരാളമായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചാക്കിലെ ഒരു 4-5 കുമ്പളങ്ങ നിറച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ചെന്ന പാടെ കാലിൽ വീണ് നമസ്കരിച്ചു. കാരണം ഇത്രയും വലിയ ആ ഒരു വ്യക്തിനെ അങ്ങനെ പരിചയമൊന്നുമില്ല, അങ്ങനെ ആദ്യമായിട്ടൊന്ന് കാണുന്നതൊക്കെ. നമസ്കരിച്ചു. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഉപദേശിച്ചു തരണം, വൈദ്യം ഉപദേശിച്ചു തരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഇതാണ് എൻ്റെ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിക്കണത്. ഇദ്ദേഹം ചാക്ക് തുറന്ന് നോക്കിയപ്പോഴോ 4-5 കുമ്പളങ്ങയുണ്ട്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ വിഡ്ഢി കുഷ്മാണ്ഡം കൊണ്ടുവന്നിരിക്കണത് നോക്കൂ എന്നങ്ങോട്ട് ഉറക്കെ ദേഷ്യം വന്നിട്ടാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇത് ഈ കുട്ടി കേട്ടപ്പോൾ ഈ കുട്ടി വിഡ്ഢി കുഷ്മാണ്ഡം എന്നാ കേട്ടത്. അപ്പോൾ കുട്ടിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും മന്ത്രം എന്ന് കുട്ടിയും വിചാരിച്ചു. വേഗം ഒന്നുകൂടെ നമസ്കരിച്ച് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. എന്നിട്ട് കുട്ടി എന്താണെന്ന് ചെയ്യണമെന്ന് അറിയോ? കൊച്ചുരാമൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിക്കും. എന്നിട്ട് തൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇരുന്നിട്ട് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ജപിക്കാനായിട്ട് തുടങ്ങി. ഭഗവാന്റെ ഏതോ വലിയ മന്ത്രമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുഷ്മാണ്ഡം എന്നിങ്ങനെ ജപിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ശുദ്ധത്തോട് കൂടിയിട്ട്, വൃത്തിയോട് കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട് അക്ഷരലക്ഷം ആ കുട്ടി അത് ജപിച്ചു. അങ്ങനെ വിശ്വാസത്തോട് കൂടിയിട്ട് കുഷ്മാണ്ഡം അത് ഭഗവാന്റെ ഏതോ നാമമാണെന്ന് കരുതി ചൊല്ലിയത് കൊണ്ട് തന്നെ ഈശ്വര പ്രീതിയും നേടി നാഗങ്ങളുടെ ഒരു അനുഗ്രഹവും കൂടെ ആ കുട്ടിക്ക് ലഭിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് സുഖപ്പെടുത്തുന്നത് പതിവായി. പിന്നെ ആരും ഏറ്റെടുക്കാത്ത കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ളത്, ദൂരം കൂടുതലുള്ളത്, വരാനായിട്ട് സാധിക്കാത്തത്, അങ്ങനെയുള്ളതൊക്കെ ഈ കുട്ടി അങ്ങോട്ട് പോയിട്ട് സുഖപ്പെടുത്താനായിട്ട് തുടങ്ങിട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഈ കുട്ടി എന്താ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ആളുകളുടെ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചു ഇവൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ക്രമേണ ഓരോരുത്തരും ഓരോന്ന് കൊടുക്കും, പാരിതോഷികങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടാനായിട്ട് തുടങ്ങിട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് സാമൂതിരിക്ക് അസുഖം വന്നത്, വിഷം തീണ്ടി. അങ്ങനെ പല വൈദ്യന്മാരൊക്കെ വന്നു ചികിത്സിച്ചു. എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇങ്ങനെ നാൾക്ക് നാളിങ്ങനെ ക്ഷയിച്ചു വരിക. അവസാനം ഒരു മിടിപ്പ് ഉണ്ടോ ഇല്ലേ, അങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് തന്നെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരും കൂടെ നിലത്തിറക്കി കിടത്താം എന്നൊക്കെ പറഞ്ഞ സമയത്താണ് കുറച്ച് ചെറുപ്പക്കാർ ഈ കൊച്ചുരാമൻ്റെ ആ ഒരു പേരിൻ്റെ കൂടെ ഒരു വാലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വൈദ്യൻ എന്നുള്ളത്, കൊച്ചുരാമൻ വൈദ്യരനും കൂടെ ഒന്ന് വിളിച്ചാലോ, എല്ലാവരും ചികിത്സിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, ഇദ്ദേഹത്തെ കൂടെ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ വിളിക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും കൊച്ചുരാമൻ അറിഞ്ഞിരിക്കുന്നു കേട്ടോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്തു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയിട്ട് ഇദ്ദേഹം മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചു കേട്ടോ. ഇദ്ദേഹത്തെ കണ്ടിട്ട് അവിടെയുള്ള പരിചാരകരുടെ അടുത്ത് പറയാണ്, വേഗം കുറച്ച് പൊടിയിരിക്കുന്നു വെച്ചോളൂ എന്നുള്ളത്. അപ്പോൾ അതെന്താ വൈദ്യരെന്ന് ചോദിച്ചു. കാരണം മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇദ്ദേഹം ഇപ്പോൾ ഉണരൂലോ, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും, അപ്പോൾ ചൂടോട് കൂട്ടിയിട്ട് കുടിക്കണം, അതിനാണ് വെക്കാൻ പറഞ്ഞതെന്നൊക്കെ വളരെ വിശ്വാസത്തോട് കൂടിയിട്ടാണ് പറയണത്. അങ്ങനെ കൊച്ചുരാമൻ കിണ്ടിയിൽ വെള്ളം എടുത്ത് ജപിച്ചിട്ട് ഈ സാമൂതിരിയുടെ മുഖത്ത് അങ്ങോട്ട് തെളിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം കണ്ണു തുറന്നിട്ടോ. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ക്ഷീണത്തോട് കൂടിയിട്ടാണല്ലോ കിടക്കുന്നത്. കണ്ണു തുറന്നു, എല്ലാവരെയൊക്കെ ഒന്ന് നോക്കി. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ സന്തോഷം കൊണ്ട് ഈ കൊച്ചുരാമൻ വൈദ്യർക്ക് ധാരാളം പാരിതോഷികങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന ആ ഒരു സമയത്തും തൊട്ടടുത്ത് ഇത് ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ സാധിക്കാത്ത വൈദ്യന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വൈദ്യനെ, ഇത് കൊച്ചുരാമൻ വൈദ്യനെ പല്ലക്കിൽ കൊണ്ടുപോകണം, ഇന്ന പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവ് നല്ല ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒപ്പമുണ്ട് കേട്ടോ, കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വൈദ്യൻ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ തനിക്ക് പരിചയമുള്ള ഒരു മുഖം അവിടെ കണ്ടു കേട്ടോ. തൻ്റെ ഗുരുനാഥനും നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. തൻ്റെ ഗുരുനാഥനാണല്ലോ, തനിക്ക് കിട്ടിയ പാരിതോഷികങ്ങളിൽ നിന്ന് കുറച്ച് അദ്ദേഹത്തിനും കൂടെ കൊടുക്കാലോ, അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കാലോ എന്നിട്ട് വേഗം പല്ലക്കിന്നൊക്കെ ചാടി ഇറങ്ങിയിട്ട്
അദ്ദേഹത്തെ പോയിട്ട് നമസ്കരിക്കാം. അപ്പം അദ്ദേഹമാണെങ്കിലോ കൊച്ചുരാമനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി അദ്ദേഹത്തിന്. അദ്ദേഹം ചോദിക്കണം എന്നൊരു കാര്യം കരുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആ ഒരു മന്ത്രം അത് എവിടെ നിന്നാണ് ഉപദേശിച്ച് കിട്ടിയത് എന്നാണ് അദ്ദേഹം ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അത് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കൊച്ചുരാമൻ പറഞ്ഞു, ഇതെനിക്ക് അങ്ങ് തന്നെയാണ് ഉപദേശിച്ച് തന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് എന്താണ് ഉപദേശിച്ചെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ആകെ ഞെട്ടിപ്പോയിട്ടോ. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങി. ഇതാണല്ലോ യഥാർത്ഥ വിശ്വാസം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു. 2 കൈ കൊണ്ടും ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. കൊച്ചുരാമനെ അനുഗ്രഹിച്ചു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ കൊണ്ടും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായി അതാണ് യഥാർത്ഥ ഭക്തി എന്നും യഥാർത്ഥ വിശ്വാസം എന്നും. ആ കുഞ്ഞിന് ഗുരുത്വമുണ്ടായിരുന്നു ഇല്ലേ? ഗുരു പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിക്കുകയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായില്ല കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത്. എന്നിട്ടും എന്തായി? അക്ഷരലക്ഷം അത് ജപിച്ചതുകൊണ്ട് ആ കുഞ്ഞിനെ സിദ്ധി കൈവന്നു. അതുകൊണ്ടാണ് എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുക്കാനായിട്ട് സാധിച്ചത്. അതന്നെ നമ്മുടെ അടുത്ത് പറയും, നമുക്ക് വിശ്വാസമുണ്ടോ, ഭക്തിയുണ്ടോ, ഗുരുത്വമുണ്ടോ, എന്തും സാധിക്കും. ഭഗവാൻ അത് സാധിപ്പിച്ചു തരും. ഇപ്പം നമ്മൾ നാമം ചൊല്ലിയാണ്, പ്രദക്ഷിണം വയ്ക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും നാമം ചൊല്ലുന്ന സമയത്ത് വേറെ ചിന്തകൾ വരികയാണ്. പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് പരിചയമുള്ളവരുടെ കണ്ടത് സംസാരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഭഗവാനിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭക്തിയോട് കൂടി എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭഗവാൻ കാണും എന്നാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും സിദ്ധികളും നമുക്ക് കൈവരും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് കേട്ടോ.